ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 10,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ആരെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. കൂടുതൽ ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെതാണ്. ഇൻഫിനിക്സ് നോട്ട് 50X 5G. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7300 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് ഒരു AI ലെൻസും പിന്നെ 8 MP ഒരു സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബസ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 115 വരുന്നത്. പിന്നെ IP64 സർട്ടിഫിക്കേഷനൊക്കെയാണ് വരുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസും ഒക്കെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 50Xന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 6+ 128GB ROM വേരിയൻറ്റ് 11,499 rupeesനൊക്കെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ 10,749 rupeesന് വരെ വാങ്ങാൻ പറ്റും. പിന്നെ സെയിൽ സമയത്ത് ഈ ഒരു പ്രൈസൊക്കെ ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. സോ സെയിൽ വരെയൊക്കെ കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു സെയിൽ സമയത്ത് പ്രൈസ് കുറഞ്ഞു വരുന്ന സ്മാർട്ട് ഫോൺസിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, മറക്കരുത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്. മോട്ടോ G35. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയിലും വീഡിയോ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz Full HD+ LTPS LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിസോക്കിൻ്റെ T760 എന്ന് പറയുന്ന പ്രോസറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 8 MP ഒരു ക്യാമറയും പിന്നെ 16 MP സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ചെറിയ നല്ല ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 114 വരുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിക്കും കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസിലേക്ക് വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ബാക്കിൽ വീഗൻ ലെതർ ഫിനിഷ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 4+ 128GB ROM വേരിയൻറ്റ് 999 rupeesനാണ് വരുന്നത്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഓപ്പോയുടെ K13X ഒക്കെ പരിഗണിക്കാവുന്നതാണ്. 1199 rupeesനാണ് വരുന്നത്. 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ M6 Pro അല്ലെങ്കിൽ Redmi 12 5G. രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസും കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഒരു പോക്കോ M6 Pro അല്ലെങ്കിൽ Redmi 12 5G. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 90 Hz LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫോൺസിൽ 120 Hz ഒക്കെ സ്മാർട്ട് ഫോൺസ് കിട്ടുന്നുണ്ട്. സോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഇവിടെ 90 Hz കിട്ടുന്നുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിക്കാണ് കൊടുത്തിരിക്കുന്നത്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 113 വരുന്നത്. 14 15 13 വരുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. ഇതിൻ്റെ 6+ 128GB ROM വേരിയൻറ്റ് 11,999 rupeesനാണ് വരുന്നത്. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 11,399 rupeesന് വരെ വാങ്ങാൻ പറ്റും. അപ്പം കുറച്ചും കൂടി ഇന്നും ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ പോക്കോയുടെ M6 Plusഉം പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 ഒക്കെ വെച്ച് വരുന്ന ഒരു ഫോണാണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ അതും നോക്കാം. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും നമ്മുടെ സാംസങ് ഗാലക്സി M16 5G. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ Full HD+ Super AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റേ ഉള്ളൂ, അതങ്ങനെയാണല്ലോ. ഇനി പ്രോസസറിലേക്ക് വരുമ്പോൾ ഇവിടെ Exynos അല്ല കൊടുത്തിരിക്കുന്നത്, നമ്മുടെ MediaTekന്റെ Dimensity 6300 എന്ന് പറയുന്ന പ്രോസറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 5 MP
MP പ്ലസ് 2 MP എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. 13 MP സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് ഫുൾ HD 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ കുഴപ്പമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. LPDDR4X UFS 2.2 ആണ് വരുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലും ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയിലും ഒക്കെ വെച്ച് വരുന്ന ഒരു സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ Exynos അല്ല വരുന്നത്, നമ്മുടെ MediaTekൻ്റെ പ്രോസസ്സർ അവർ കൊടുത്തു, എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൂടെ. സോ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 4+ 128GB ROM വേരിയൻറ്റ് 11,499 rupeesനൊക്കെയാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്. iQ Z9X അല്ലെങ്കിൽ Vivo T3X. രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120Hz ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 2 MP ഒരു ഡെപ്തും 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മെയിൻ ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 44 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം പെർഫോമൻസും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു iQ Z9X പരിഗണിക്കാവുന്നതാണ്. സോ നമ്മുടെ iQ Z9Xൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 4+ 128GB ROM വേരിയൻറ്റ് 10,999 rupeesനാണ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ ഒരു iQ Z9X. പിന്നെ ഞാൻ Vivo T3Xൻ്റെ പ്രൈസ് പറയാത്തത് ഇതാണ് ഇതിൻ്റെ ഒരു പ്രൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടും iQ Z9X ആണ് ഒരു നല്ല ചോയ്സ്. സോ ഇതൊക്കെയാണ് 10,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.